ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് വാളക്കറിയാണ്. കുടംപുളി കുരുമുളക് ഇട്ട് എങ്ങനെ വാളക്കറി വെക്കാം എന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. 1 കിലോയ്ക്ക് മുകളിലുള്ള ഒരു വാളയാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത്. ഓക്കെ, വെളുത്തുള്ളി, ഇഞ്ചി, കുടംപുളി, കറിവേപ്പില, പിന്നെ പൊടി ഐറ്റംസ്. മുളക് പൊടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. മുളക് പൊടി നമുക്കൊന്ന് പച്ചമാറാൻ വേണ്ടി വറുത്തെടുക്കാവുന്നതാണ്. മുളക് പൊടി വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശകലം മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കും. സ്റ്റീൽ പാത്രം വെച്ചു, അതിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കുകയാണ്. അപ്പോൾ സ്റ്റീൽ പാത്രത്തിന് പകരം നമ്മൾ മൺചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ മീൻകറി വെക്കാൻ കുറച്ചും കൂടെ ബെറ്ററാണ്. നമുക്ക് മൺചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞ ശകലം ഇഞ്ചി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി ഇട്ടതിന് പുറകിന് തന്നെ നമുക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെളുത്തുള്ളിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ച മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു സവാള എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ കറി വെക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. അത് നമ്മൾ നല്ലപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മളതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ്, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ വറുത്ത് വെച്ചിരുന്നത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ടെല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുരുമുളക് ഉലുവയും കൂടെ പൊടിച്ച് വെച്ചിരുന്നതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിന്ന് കുരുമുളകാണ് എരിക്ക് ഉപയോഗിക്കുന്നത്. മറ്റേ നമ്മൾ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്, എരിവ് ഇല്ലാത്ത മുളക് പൊടി നമ്മൾ ഉപയോഗിച്ചത്. അതിനുശേഷം നമ്മൾ ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് മസാല എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കുടംപുളി, നമ്മളിവിടെ ചെറിയ കുടംപുളിയുടെ പീസ്, ഒരു 5 പീസ് കുടംപുളിയുടെ പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ കറി വെക്കാനായിട്ട്. 1 കിലോ മീനിനൊക്കെ അത്യാവശ്യം അത്ര മതിയായിരിക്കും. അടച്ച് വെച്ച് നമ്മൾ വേവിച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ തിളച്ച് വരുന്നതാണ്. അപ്പം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വാള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വാള നമ്മൾ നല്ല ഫ്രഷ് വാളയായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടിയ ഇവിടുത്തെ ഏറ്റവും ജീവനുള്ള വാളയാണ് നമ്മൾ ഈ കറി വെക്കുന്നത്. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും സാധനം. അത് മാത്രമല്ല, ഇത് നമ്മുടെ ഇവിടുത്തെ ഒമാനിലെ സ്പെഷ്യൽ മീനാണ്. നമ്മുടെ നാട്ടിലുള്ള വാളയെ പോലല്ല, ഇവിടെ കടലിൽ നിന്ന് പിടിച്ച മീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇവിടുത്തെ കടലിലെ മീനെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മീൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മൾ വേവിക്കുക, അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുമ്പായിട്ടൊരു 5-6 കറിവേപ്പിലയും കൂടെ അതിന് മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ മീൻകറി ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അസീസിക്ക വന്നിട്ടുണ്ട്. അപ്പോൾ അസീസിക്ക നമ്മുടെ മീൻകറി ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞായിരുന്നു. അസീസിക്ക, മീൻകറി ടേസ്റ്റ് ചെയ്തേ? സൂപ്പറാണോ? ഒന്നാം നമ്പർ. അപ്പോൾ അസീസിക്ക ഒരു കുക്കാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് അസീസിക്കയുടെ ഒരു കുക്കിംഗ് നമ്മൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ.